ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാബേജിൻ്റെ പകുതി അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ നൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാബേജ് കഴുകിയതിന് ശേഷമാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ല പോലെ നമുക്ക് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജ് നല്ല പോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ ക്യാബേജിൽ നിന്ന് നല്ല പോലെ വെള്ളം വരും. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയണം, കണ്ടില്ലേ, ഇതേപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് ക്യാബേജ് ഒരു വേറെ പാത്രത്തിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാനായിട്ട് നോക്കാം. കണ്ടില്ലേ, ഇത്ര വെള്ളം ഈ ക്യാബേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറിയ കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ, കുറച്ച് ക്യാരറ്റ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇത് കുഴച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ആദ്യം കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഒരു തോന്നും, വെള്ളം വേണ്ടൊരു തോന്നും. പക്ഷെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അതിനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിന് ഇത് കുഴഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് കുഴച്ചെടുക്കാനുള്ള ഒരു വെള്ളം എന്ന് പറയുമ്പോൾ ആ ക്യാബേജിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ അമർത്തി കുഴയ്ക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഓരോ ബോളോളായിട്ട് നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വലിപ്പം കൂടുതൽ വേണോ, അതുപോലെ തന്നെ ഒന്നുകൂടി ചെറുതാക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് പിടിക്കാനായിട്ട് നോക്കാം കേട്ടോ. കയ്യിൽ അതിനെ ഒട്ടുന്നുണ്ടെങ്കിൽ ഓയിൽ ഇടയ്ക്ക് ഒന്ന് കയ്യിൽ പുരട്ടി കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുക വെച്ചാൽ കറക്റ്റ് ആ ബോളൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇത്രയും ബോളുകളാണ് പിടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ബോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം കരിയുമ്പോൾ നല്ലപോലെ നൈസായിട്ട് അരിയേണ്ടത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും നല്ലപോലെ നൈസായിട്ട് അരിയേണ്ടത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ബോളുകൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബോളുകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ബോളുകളിൽ ഓരോ സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ബോളുകൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള ബോളുകൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അത് എല്ലാ ക്യാബേജിൻ്റെ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജ് മഞ്ചൂരിയനുള്ള സോസ് തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാബേജ് ബോൾസ് ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓയിൽ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത്, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം ഉണ്ടാവില്ല, അതൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ ഇത് ഇളക്കി കൊടുക്കാൻ നോക്കാം.
അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളി എല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റെഡ്, ഗ്രീൻ, യെല്ലോ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കുറേശ്ശെ. ഇനി ഏതെങ്കിലും കളർ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ക്യാപ്സിക്കം ആയാൽ മതി. പക്ഷേ ക്യാപ്സിക്കം വേണം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് സോസുകൾ ചേർക്കാനായിട്ട് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇനി ഇതിലേക്ക് ഈ സോസിലേക്കെല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തത് കേട്ടോ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം 2.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ കറിയുടെ തിക്ക് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കണം, ശ്രദ്ധിക്കുക കേട്ടോ. നല്ലപോലെ വെള്ളമാകരുത്. നമ്മൾ കണ്ടിട്ടില്ലേ മഞ്ചൂരിയനൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒരു തിക്കാണ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ സോസ് എല്ലാതും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണ ഇങ്ങനത്തെ കറികളൊക്കെ ഇച്ചിരി സ്വീറ്റ്നെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ സോസ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയനൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ക്യാബേജ് മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മഞ്ചൂരിയൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. കോളിഫ്ലവർ ഇല്ലെങ്കിലും വീട്ടിലെ ക്യാബേജ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.